പവിത്ര ശരിയുണ്ടോ നിനക്ക ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കേ, നീ വായിക്കേ. ആ സ്നേഹം മാത്രമുള്ള എന്റെ മരുമകൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഒരു ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. അറിയാ, നീ ഭാഗ്യവാനാണാ. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ കടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോകുന്നത്? എന്നാ പോകുന്നു? എപ്പോഴാ പോകുന്നു ചോദിക്കേ. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ എത്ര കാലമായിടാ നമ്മൾ ഒരുമിച്ച് ഉറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. ഓട്ടറ, എന്താ ചെയ്യാ? ഹോട്ടലിൽ നിന്ന് പ്രസീന്നൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ നീയും രക്ഷപ്പെടും. എനിക്കും രക്ഷപ്പെടണം. പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ എവിടെ നിന്ന് ഗൾഫിൽ ചെന്ന ഓടുന്ന ഡ്രാഫ്റ്റ് അയക്കൂലടാ. എന്നാ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ക്കിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്. സമയായി. എന്നാ ഞാൻ പോട്ടെ. പോയി വരട്ടെ എന്ന് പറവത്ര. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. എങ്ങോട്ടാ യാത്ര? നേരെ കിള്ളിക്കുറിശി മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക്, അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്. അപ്പൊ താനോ എനിക്കൊരു ശവപ്പെട്ടി മേടിക്കാം. എന്താ ഇവിടെ ഇറങ്ങുന്നേ? അമ്മാവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട്? അമ്മാവനും ഇല്ല, അമ്മായില്ല. ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ, അവിടുന്ന് മേട്ടുപാളയം, പിന്നെ ഇവിടുന്ന് ഊട്ടി. ഊട്ടിക്കോ? കൈ വെക്കോ.